സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ തൻ്റെ കരിയറിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ദൗത്യങ്ങളിൽ ഒന്നിലേക്ക് മോഹൻലാൽ കടക്കുകയാണ്. തൻ്റെ കരിയറിൽ ആദ്യമായി ഒരു ചാനൽ ഷോയിൽ അവതാരകനായി മോഹൻലാൽ പങ്കെടുക്കുന്നു. നേരത്തെ ലാൽ സലാം എന്ന ഷോ അവതരിപ്പിച്ചെങ്കിലും അതിൽ മോഹൻലാലിനെ പൂർണ്ണമായും ഒരു അവതാരകൻ എന്ന് വിളിക്കാൻ സാധിക്കില്ല. ആ ദൗത്യം മോഹൻലാൽ ആദ്യമായി ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസ് എന്ന ഷോയിൽ അവതാരകനാകുന്നതോടെയാണ്. ഇങ്ങനൊരു ടാസ്ക് മോഹൻലാൽ ആദ്യമായി ഏറ്റെടുക്കുമ്പോൾ മോഹൻലാലിന് വെല്ലുവിളിയാകുന്നത് സൽമാൻ ഖാനും കമൽഹാസനും ഒക്കെ തന്നെയാണ്. കാരണം തമിഴിലും ഹിന്ദിയിലും ബിഗ് ബോസ് ഷോ ചെയ്ത് കയ്യടി നേടിയ താരങ്ങളാണ് ഇവർ. പല ഭാഷകളിലും വേറെയും ഉണ്ട് താരങ്ങൾ. ഇവരുടെ അവതരണം തന്നെയാണ് ആ ഷോയെ വൻ വിജയമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത്. ഇപ്പോൾ മോഹൻലാൽ ബിഗ് ബോസിൻ്റെ അവതാരകനാകുമ്പോൾ മുമ്പിലുള്ള വെല്ലുവിളി കമൽഹാസനെയും സൽമാൻ ഖാനെയും മറികടക്കുക എന്നതാണ്. കാരണം മോഹൻലാൽ ഈ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ മലയാളികൾ ഉൾപ്പെടെ ഏവരും മോഹൻലാലിനെ താരതമ്യം ചെയ്യുന്നത് ഇരുവരും ആയിട്ടായിരിക്കും. മാത്രമല്ല മലയാളത്തിൻ്റെ പുറത്തും ഇത് ശ്രദ്ധിക്കപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. കാരണം എന്നും ഭാഷയുടെ അതിർവരമ്പുകൾ ഖേദിച്ച് സൂപ്പർ ഹിറ്റായിട്ടുള്ള പരിപാടിയാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് അവതാരകനാകുക എന്നത് തിരക്കഥ അഭിനയിച്ച് ബലിപ്പിക്കുന്നതിനും ഒരുപക്ഷെ താരങ്ങൾക്ക് പ്രയാസം നിറഞ്ഞ ദൗത്യമാണ്. മത്സരാർത്ഥികൾക്ക് ടാസ്ക് കൊടുക്കുന്നതിനൊപ്പം അവർക്ക് പിന്തുണയും ധൈര്യവുമായി ഒപ്പം കൂടെ ഉണ്ടാവുകയും വേണം. എന്താണെങ്കിലും വെല്ലുവിളികൾ എന്നും ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുള്ളയാളാണ് മോഹൻലാൽ. അദ്ദേഹത്തിന് ഇതും വിജയകരമായി ചെയ്യാൻ സാധിക്കട്ടെ. ലാലേട്ടന് എല്ലാ ആശംസകളും. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.